ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിതാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒന്നുമല്ല, നമ്മളെ ഫ്രീ ഹെന്ന ക്ലാസ്സിൻ്റെ ഡേ 3 ആണിന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കായ കുറച്ച് ഫ്ലവേഴ്സ്, അതായത് ബിഗിനേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ബേസിക് എലമെൻറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിനും, അത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഇട്ടത്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങളിത് കാണുക. നിങ്ങൾ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഫ്ലവറാണ് സ്പൈറൽ. അപ്പോൾ സ്പൈറൽ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ സ്പൈറൽ നമ്മൾ മുന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വരയ്ക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ സ്പൈറൽ ഉപയോഗിച്ചാണ് ഒട്ടുമിക്ക ഡിസൈനും നമുക്ക് വരട്ടോ. ഒട്ടുമിക്ക ഫ്ലവേഴ്സിനൊക്കെ സ്പൈറൽ നിർബന്ധം കേട്ടോ. അപ്പോൾ സ്പൈറലിൻ്റെ മേലെ നമ്മൾ ഹംസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഹംസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതന്നെ ഒരു കുഞ്ഞ് ഫ്ലവറായി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ ആ ഹംസിൻ്റെ മേലെ തന്നെ നമ്മൾ ഫ്രിൽസും വരും കേട്ടോ. ഈ സ്പൈറൽ കൊടുത്ത് അതിൻ്റെ മേലെ ഹംസും കൊടുത്ത് പിന്നെ ഫ്രിൽസും വരും കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഡിസൈൻ ആവും. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ 3 ലൈൻ കൊടുക്കാം, എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ഹംസാക്കി വരച്ച് കൊടുക്കാം. ഈ ലൈനിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുഞ്ഞി ഒരേ രീതിയിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. നല്ല പ്രാക്ടീസ് വേണം. അങ്ങനെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഫ്രിൽസും കൊടുത്ത് ഫ്രിൽസിനൊരു ഷെയ്ഡൊക്കെ കൊടുത്താൽ വേറെ ഒരു നല്ല അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലവറായി. ഒട്ടുമിക്ക ബ്രൈഡല്ല നമ്മളെ കയ്യിലിരുന്ന ഒട്ടുമിക്ക ഡിസൈനിലും ഈ ഒരു സംഭവം നിർബന്ധമായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വരുന്നത് അടുത്തൊരു ഫ്ലവറാണ്. അതും നമ്മൾ ഈ സ്പൈറൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. നമ്മൾ സ്പൈറൽ ഉപയോഗിച്ചിട്ട് കുഞ്ഞു റോസ അല്ല, വലിയ റോസ. അപ്പോൾ ഒന്നാമത് ഞാൻ പറയുമ്പോൾ തപ്പിപ്പോകുന്നതിൻ്റെ നിങ്ങളൊന്നും വിചാരിക്കരുത്. എനിക്കിങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു തരാൻ എനിക്കങ്ങനെ അത്ര അങ്ങോട്ട് കംഫർട്ടായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ചില എലമെൻസിൻ്റെ പേര് തന്നെ എന്നോട് മറന്നു പോകും. ഇത് എഡിറ്റ് വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഈ തന്നെ സ്പൈറൽ കൊടുത്ത് അതിൻ്റെ മേലെ ഹംസ് കൊടുത്തിട്ട് ഹംസിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കും. ഒരു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താക്കും, അതിനൊരു ലൈനാക്കി ഫിനിഷ് ഒരു മേലെ കൂടെ ഒരു ലൈൻ കൊടുക്കും. ഇങ്ങനെ റാ ഷേപ്പിൽ നമ്മൾ ഫ്രിൽസിൻ്റെ വലുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫ്രിൽസിൻ്റെ വലുത് ആ ഡോട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇത് തട്ടരുത് കേട്ടോ, മറ്റേ ഡോട്ടിന് തട്ടാണ്ട് വരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു ഡിസൈൻ. പിന്നത്തേതാണ് നമ്മൾ റോസ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കുറച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമ്മളിങ്ങനെ ശ്രദ്ധയോടെ വരയ്ക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കിയെടുത്ത് ഒന്ന് താത്തുക. പിന്നെ ആ ലൈനും വന്ന് തന്നെ ഒന്ന് പൊക്കിയെടുത്ത് ഒന്ന് താത്തിക്കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കുഞ്ഞാക്കും, അല്ലാണ്ട് 2 രീതിയിലും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഒന്നാമത് എനിക്കിവിടെ ഫിനിഷിങ് കിട്ടാത്ത ഞാൻ ഗ്ലാസ് പേപ്പറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ എൻ്റെ കൈ കൊണ്ടിട്ട് ഇളകിയിട്ട് ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല, മൈലാഞ്ചി ഇങ്ങനെ ഇളകി പോവുക. അപ്പോൾ ഇതും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഈ റോസാപ്പൂവൊക്കെ നല്ല രസമാണ് ബിഗിനേഴ്സിന് വരയ്ക്കാൻ. അപ്പോൾ ഇതിലും എളുപ്പമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അതേപോലെ ഇത് എളുപ്പമാക്കാനുള്ള എന്തെങ്കിലും അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഹംസ് വരച്ചിട്ട് മേലെ കുറച്ചൊരു ഫ്രിൽസിനെ കുറച്ച് നീട്ടി വരയ്ക്കുന്ന പോലൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വരയായിട്ട് കൊടുക്കും. പിന്നെ ഈ റോസാപ്പൂ തന്നെ ഷെയ്ഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വര വരയ്ക്കും, പക്ഷെ വര തൊട്ടരുത്. അതായത് സ്പൈറലിനെ തൊടിയിക്കാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു വര കൊടുക്കുക. നമ്മളിത് സ്പൈറലിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് സർക്കിളും ചെയ്യാം. അപ്പോൾ സർക്കിളിലും ഈ ഡിസൈൻ കൊടുക്കും. ഇതൊക്കെ അറബിക് ഡിസൈൻ കേട്ടോ. ഇതൊക്കെ ഒട്ടുമിക്ക അറബിക് ഡിസൈനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന റോസാപ്പൂവൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ തൊടിയിക്കാണ്ട് മേലെ കൂടെ ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കള്ളിയാക്കിയിട്ട് അതും ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ അടുത്ത പൂ
പൂവ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്ക്വയർ വരയ്ക്കുക, സ്ക്വയറല്ല സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഹംസ് കൊടുക്കുക, ചെറിയ സ്മോൾ ഹംസ്, പിന്നെ അതിൻ്റെ മേലെ ചെറിയ സ്മോൾ ഹംസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രിൽസ് വരയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് കട്ടിയിലാക്കി കൊടുക്കുക, അതായത് ഒരു ഷെയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കുത്തിനെ കുറച്ചൊന്നിങ്ങനെ അതിനെ നമ്മൾ ഫ്രിൽസാക്കി എടുക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്തെടുക്കട്ടോ. ഇതും നല്ലൊരു ഡിസൈൻ കേട്ടോ. ഇതും ഒട്ടുമിക്ക ഡിസൈനിൽ, എല്ലാം ഒട്ടുമിക്ക ഡിസൈനിലാണ്, പക്ഷേ ഇതൊക്കെ ബിഗിനേഴ്സിന് സുഖമായിരിക്കും, എളുപ്പത്തിൽ വരച്ചെടുക്കാം. അപ്പം ഇത് മണ്ഡലം ഡിസൈനിലൊക്കെ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ നോക്കാം. അടുത്ത ഫ്ലവർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോട്ട്സ്, അതായത് ഡ്രോപ്സ് വെച്ചിട്ട് അതിൻ്റെ മേലെ ലൈന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഒന്നുകൂടി ലൈന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഹംസ് കൊടുക്കുക. ഹംസ് കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെ അവിടുന്ന് ചെറിയ ഹംസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വേണ്ടി ഡിസൈനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഒട്ടുമിക്ക ബ്രൈഡൽ ഡിസൈനിൽ ഉൾക്കൊള്ളുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് അധികവും നമ്മൾ കൊടുക്കുക, നമ്മൾ ഈ വിരലിനാട്ടോ, വിരലിന് ഈ ഡിസൈൻ കൊടുക്കും. ഒട്ടുമിക്ക ആളും കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ നമുക്ക് നമ്മളെ സ്പൈറൽ ഉപയോഗിച്ചിട്ട് തന്നെ 3 കുഞ്ഞി സ്പൈറൽ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ നടുവിലിങ്ങനെ നമ്മളെ ഡ്രോപ്സ് ഇങ്ങനെ 4 മൂലകളിലും ഇങ്ങനെ ഡ്രോപ്സ് കൊടുക്കും. അതൊരു ഡിസൈനാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അപ്പോൾ നമുക്ക് നമ്മൾ അടുത്ത ഡിസൈൻ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഡിസൈൻ നമ്മൾ ആദ്യം തന്നെ ഒരു ഹംസ് വരയ്ക്കാം. ആ ഹംസിൻ്റെ നടുവിലെത്തുമ്പോൾ ഒരു ഡോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെല്ലെ മേലോട്ട് വലിച്ചെടുത്ത് ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പ് പോലെ ആക്കി കൊടുക്കുക. അത് അടുത്തതും നമ്മൾ അങ്ങനെ തന്നെ ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ആ ഹാർട്ട് ഷേപ്പ് എൻഡിങ്ങിൻ്റെ ലൈൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നല്ല എളുപ്പത്തിൽ വരച്ചെടുക്കുക കേട്ടോ. നമുക്ക് വെച്ചാൽ കുറച്ച് പ്രാക്ടീസ് വേണം, എന്നാലേ ഈ ഒരു ഷേപ്പിൽ കറക്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതും നമ്മൾ അങ്ങനെ തന്നെ മൈലാഞ്ചി ഒരു സ്റ്റെക്കായി കളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ വേറെ രീതി കാണിച്ചു തരാം. അപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് കട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ മാത്രം കട്ടി കൊടുക്കുക. ഇതൊക്കെ നല്ല നല്ല ലുക്കുള്ള ഡിസൈനാട്ടോ. നല്ല നമുക്ക് വരച്ചാൽ തന്നെ നല്ലൊരു ഭംഗിയും പെർഫെക്ഷനും കിട്ടുന്ന ഒരു ഡിസൈൻ അതൊക്കെ. നമ്മൾ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മൈലാഞ്ചി തീരെ എടുക്കുകയേ ചെയ്യരുത്. മൈലാഞ്ചി പ്രഷർ കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ. എന്നിട്ട് നമ്മളൊരു ഡോട്ടൊക്കെ കൊടുത്താൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. ഒരൊറ്റ കുത്ത് ആ ഷെയ്ഡ് കൊടുത്താൽ നല്ല ഭംഗി. ഇത് പിന്നെ ആ ഡിസൈൻ തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ തന്നെ നമ്മൾ ഹംസ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന കേട്ടോ. ഇത് പക്ഷേ നമ്മൾ കുറച്ചൊരു സ്പേസ് വിടും കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ചെയ്യുക. ഹംസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്പേസ് ഇട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും, നല്ലൊരു ലുക്ക് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും ഡോട്ട്സ് കൊടുക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ ഇതിനും.
ഈ ഡിസൈന് ഞാനങ്ങനെ വിശദീകരിച്ച് പറയുന്നില്ല, അത് ഞാൻ അടുത്ത ക്ലാസ് പറയാമെന്ന് വിചാരിച്ചേനും. എന്നാലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുങ്ങനെ ഈ ഒരു ഡിസൈൻ വരച്ചത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മെഹന്തി ക്ലാസ് ഇടാമെന്നാണ് കേട്ടോ തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങളാരും വലിയ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വ്യൂസൊക്കെ ഒരുപാട് കുറവാണ്, കമൻറ്റൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, കാണുന്നവരുണ്ടാവുമല്ലോ. 10 അല്ലെങ്കിൽ 2 ആൾക്കാർ കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഡിസൈനിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മളിനി ആഴ്ചയിൽ ഒരിക്കലും ഒരു മൈലാഞ്ചി ക്ലാസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ എന്നും ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിട്ട 2 വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് പോയി കാണാം. പിന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് തരിക. പിന്നെ നിങ്ങളെ ഫാമിലിയിൽ ആർക്കെങ്കിലും മൈലാഞ്ചി ഇടാൻ താല്പര്യമുള്ളവർക്ക്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഇത്രയും ഞാൻ എത്തിയത്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് 1102 അപ്പോൾ നിങ്ങളെ ഇത്രയും കാലം തന്ന സപ്പോർട്ടിനെ ഇനിയും മുന്നോട്ടേക്ക് തരിക. സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാൻ വേണ്ടി കളിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് നമ്മളെ ഈ ഒരു ഫാമിലി ഒന്നുകൂടി ഇങ്ങനെ പുഷാകാൻ വേണ്ടിയിട്ട് ഒരു 5000 ഒക്കെ ആവാൻ വേണ്ടി, ഒരു 5K ഒക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് തരിക. അപ്പം എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ ഈ ഫ്ലവേഴ്സും ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കങ്ങനെ ക്ലാസ് ആയിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല, എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക. ടാറ്റ ബൈ ബൈ.